എന്താണ് ഈ ഡിസ്ക്? ഡിസ്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പറഞ്ഞാൽ എറിഞ്ഞു കളിക്കുന്ന ഒരു സാധനത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഡിസ്ക് എന്ന് പറഞ്ഞ പേര് വേണ്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിലുള്ളത് ആ കട്ടിയുള്ള എറിയുമ്പോൾ കറങ്ങിപ്പോകുന്ന റൗണ്ട് ഷേപ്പിൽ ഉള്ള ഒരു പ്രതലമായിട്ടാണ് നമ്മൾ ഈ ഡിസ്കിനെ പലപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കുന്നത്. രണ്ട് കസേരകൾക്കിടയിൽ ഇതിരിക്കുന്നു. അപ്പോൾ രണ്ട് കസേരകൾക്കിടയിൽ ഇരിക്കുമ്പോൾ ഇത് തെറ്റാലോ, രണ്ട് എല്ലുകൾക്കിടയിൽ ഇതിരിക്കുകയല്ലേ, അപ്പോൾ അത് തെറ്റി അങ്ങോട്ട് മാറും. നടുവിന്റെ എല്ലുകൾക്കിടയിൽ വെച്ചിരിക്കുന്ന കസേരകൾക്ക് ഇടയിൽ ഇരിക്കുകയാണ്. അപ്പോൾ പരസ്പരം എല്ലിന്റെ കസേരകൾ തട്ടാതിരിക്കാൻ ഇടയിൽ ഒരു ഡിസ്ക് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഡിസ്ക് തെറ്റാലോ, എല്ലുകൾക്കിടയിൽ ഇരിക്കല്ലേ, എന്നൊന്നും പിടിച്ചു വെക്കുന്നില്ല, അതുകൊണ്ട് അത് തെറ്റുന്ന ഡിസ്കിനെ നമ്മൾ പല രീതിയിലും പിടിച്ച് ഒക്കെ നേരെ ആക്കും. പല സ്ഥലങ്ങളിൽ പോയി നമ്മളത് പിടിച്ചിടും, വലിച്ചിടും. പക്ഷെ ഡിസ്ക് എന്ന് പറയുന്ന സാധനം തെറ്റുന്ന സാധനമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഡിസ്ക് തെറ്റൽ എന്ന് പറയുന്ന വേർഡിനകത്താണ് ഈ മിസ്നോമർ കയറി വന്നിരിക്കുന്നത്. ഡിസ്ക് എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ള ഒരു പുറം പ്രതലത്തിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരല്പം കട്ടിയുള്ള റബ്ബറൈസ്ഡ് ഒരു മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. ഉദാഹരണം, നമ്മൾ സെൻറ്റർ ഫ്രഷ് എന്ന് പറയുന്ന ഒരു ചൂയിങ് ഗം കഴിക്കാറുണ്ട്. അതിൻ്റെ പുറം പ്രതലം ഒഴിച്ച് കട്ടിയുള്ളതും അകത്ത് നല്ലൊരു ജെല്ലി ഫോമാണ്. അതുമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഓക്കെ. പക്ഷേ ഇതിൻ്റെ പുറം പ്രതലം എന്ന് പറയുന്ന വളരെ കട്ടിയുള്ള ആൻഡ്ലസ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ ഒരു ഫൈബർ തിക്കായിട്ടുള്ള ലിഗ്മെന്റും അതിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, എന്നാൽ അത്ര ലിക്വിഡ് ആയിട്ടുള്ള അല്ലാതെയും വെള്ളാംശം കൂടുതലുമുള്ളതായിട്ടുള്ള ഒരു ജെല്ലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡിസ്ക് എന്ന് പറയുന്നത് ശരിക്കും ഈ ജെല്ലാണ്. അതിനെ പുറമെ പൊതിഞ്ഞു വെച്ചേക്കുന്നത് ആൻഡ്ലസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ഡിസ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സറൗണ്ടിങ് ടിഷ്യൂ ആണ്. നമുക്ക് ഈ കസേരകൾ നിരന്തരം മർദ്ദത്തിലാണ്. നമ്മൾ ഇരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും കസേരകൾക്ക് മേളിൽ അതിൽ ഏറ്റവും മൂവ്മെന്റ്സ് ഉള്ള കസേരകൾ ഉള്ളത് കഴുത്തിനും നടുഭാഗത്തും. മുതുവിന്റെ കസേരകൾക്ക് അത്രയും മൂവ്മെന്റ്സ് ഇല്ല. അപ്പോൾ ഏറ്റവും മൂവ്മെന്റ്സ് ഉള്ള കസേരകൾക്കിടയിലുള്ള ഡിസ്കിന് കൂടുതൽ മർദ്ദം വരും. മർദ്ദം വരുമ്പോൾ ഈ കട്ടിയായിട്ട് നിൽക്കുന്ന ആൻഡ്ലസ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ പ്രതലം പൊട്ടി വീണ്ടും അതിൽ മർദ്ദം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജെല്ല് സ്ക്യൂസ് ഔട്ട് ചെയ്ത് വെളിയിൽ വരുന്നതിനെയാണ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. സെന്ററിലുള്ള ഈ സാധനം ഫ്ലൂയിഡ് ആ പ്രതലം പൊട്ടുകയെന്ന് വിചാരിക്കുക, ഒരു വിള്ളൽ വീഴാന്ന് വിചാരിക്കുക. വിള്ളൽ വീണ് അതിൻ്റെ ഇടയിൽ വീണ്ടും മർദ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് എ പ്രഷർ ദെയർ. ഈ സ്ക്യൂസ് ചെയ്ത് ഈ ജെല്ലിനെ ഈ വിള്ളലിലൂടെ വെളിയിലോട്ട് ഒഴുക്കി കൊണ്ടുവരും. ആ ഒഴുക്കി വരുന്ന ജെല്ല് നമ്മുടെ നാഡീഞരമ്പിൻ്റെ ശിഖരങ്ങളായി പോകുന്ന ഞരമ്പ് ശിഖരങ്ങളെ തട്ടുമ്പോഴാണ് വേദന. ഈ വേദന വരുന്നതെന്ന് പറഞ്ഞാൽ ഞരമ്പിലേക്കുള്ള വേദന വരുന്നത്. ഈ പ്രതലം പൊട്ടുമ്പോൾ തന്നെ നമുക്ക് നടുവേദന ഫീൽ ചെയ്യുന്നു.